അതിന്ന് ഫഹദ് മനസ്സിലാക്കി, അബ്ദുള്ള മനസ്സിലാക്കി. ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞു വരുന്നത്? തീവ്രത, അതിശക്തമായ തീവ്രത. സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ പുറത്ത് കയറി, യാറത്തിന്റെ പുറത്ത് കയറി സ്വന്തം കരങ്ങളെ കൊണ്ടത് തച്ചു തകർക്കുന്ന, ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ള ഒരു വിഷയത്തെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് തച്ചു തകർക്കുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഈ പ്രവണത നിഷ്കരണം ചെയ്തു വെച്ചിട്ടുള്ള ആ പ്രസ്ഥാനം, അതിനെ പാലൂട്ടി വളർത്തിയ അസീസ് കുടുംബം അഥവാ സൗദി അറേബ്യയിലെ ആൽ സുഊദ് കുടുംബം ഇന്നവർ തിരിച്ചറിഞ്ഞു, ഞങ്ങളെ ഇഞ്ചിഞ്ചായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി തീവ്രതയിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് സലഫികൾ. ദമാമിൽ സ്ഫോടനമുണ്ടാകുമ്പോൾ, റിയാദിൽ സ്ഫോടനമുണ്ടാകുമ്പോൾ, ഏറ്റവും തിരക്കുള്ള നഗരങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചുള്ള തീവ്രവാദികൾ ആരാണെന്ന് അന്വേഷിച്ച് പോലീസ് ആളുകളെ പിടികൂടുമ്പോഴാണ് ഇന്നലെ വരെ ഈ സൗദി ഫാമിലി പാല് കൊടുത്തു വളർത്തിയ സാക്ഷാൽ സലഫികളാണ്, അവരാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 50-100 പേര് കൂട്ടത്തോടെ പിടികൂടപ്പെട്ടവർ പുറം ലോകം കാണാതെ ആ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള പ്രസ്ഥാനമാണ്. മനുഷ്യനെ മുഖവിലക്കെടുക്കുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ മനുഷ്യന് ഒരു വിലയുമില്ലാത്ത, അവനെ വെറും അഗ്നിക്ക് എറിഞ്ഞു കൊടുക്കേണ്ട ഒരു വസ്തുവായി കണക്കാക്കുന്ന ഒരു വിഭാഗമാണ് എല്ലാ തീവ്ര സംഘടനകളും. നാം മനസ്സിലാക്കണം. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ദമാമിലും റിയാദിലും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഫോടനങ്ങൾ. അവിടേക്ക് ബജ്റംഗ് ദളിന്റെ ആളുകൾ പോയിട്ടില്ല എന്റെ സുഹൃത്തുക്കളെ. ദമാമിലും റിയാദിലും സ്ഫോടനം സൃഷ്ടിക്കാൻ ശിവസേന പോയിട്ടില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിൽ പിടികൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മഹാരാഷ്ട്രയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പലരും RSSന്റെയോ ബജ്റംഗ് ദളിന്റെയോ ശിവസേനയുടെയോ തീവ്രവാദികളാണ്. റിയാദിൽ സ്ഫോടനത്തിന് അവർ പോയിട്ടില്ല, ദമാമിൽ അവർ പോയിട്ടില്ല. പിന്നെ അവിടെ ആരാണ് സ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? സൗദി രാജവംശത്തെ നശിപ്പിക്കുന്നത് ആരാണ്? മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്കറ്റുകൾ തവിടുപൊടിയാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? പിടികൂടുന്നവരെ നമ്മൾ കാണുന്നു. എന്താണ് അവരുടെ സ്വഭാവം? അവരുടെ സ്വഭാവം ഹയ്യത്തുൽ അംരി ബിൽ മഅറൂഫ് വന്നഹിയൽ മുൻകർ എന്ന് പറയുന്ന ആ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. അവർക്ക് എന്തൊക്കെയാണ് വാദങ്ങളുള്ളത്? അവർ പറയുന്നു, ഫഹദിനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, അതല്ലെങ്കിൽ ഖാലിദിനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, അബ്ദുള്ളനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഓരോരുത്തരെയായി വധിച്ച് തീർക്കേണ്ടതാകുന്നു. അവരുടെ ഗവർണർമാരായിക്കൊണ്ട്, അവരുടെ വൈസ്രോയിമാരായിക്കൊണ്ട്, ഗവർണർമാരായിക്കൊണ്ട് നിൽക്കുന്നവരെ വധിച്ചു തീർക്കേണ്ടതാകുന്നു. സെയ്ദ് അബ്ദുൽ ഖത്താബ് എന്നവരുടെ യാറമല്ല. അത് മാത്രമല്ല, ആ യാറത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് സാക്ഷാൽ പാല് കൊടുത്തിട്ടുള്ള ആ അബ്ദുള്ളയുടെ, ഇന്നത്തെ ഭരണകർത്താവിന്റെ വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. ഇന്നിപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള വസ്ത്രധാരണ ഇതാ നിര്യാണിയിൽ നിന്ന് അല്പം കയറ്റിയിട്ടുള്ള വസ്ത്രധാരണയാണ്. ഏറ്റവും നല്ലത് അങ്ങനെ മുണ്ട് കയറ്റി കൊടുക്കലാണ്. അതുപോലെ തന്നെ താടിയുടെ കാര്യത്തിൽ ഇതാ ഞാനൊക്കെ വെച്ച താടി അത് ചെറിയ താടിയാ, പോരാ, അതിനേക്കാളും നന്നായി കുറച്ചുകൂടിയുള്ള താടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ നല്ല ആ പരിപാടികൾ, വൃത്തികെട്ട ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ കയ്യേറ്റ് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സൗദിയിലുണ്ടായി. ഇത് നല്ല നിലപാടാണ്. പക്ഷെ ആ നിലപാടിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ നല്ലത് കൊണ്ട് മൂടി വെക്കുന്നത് ഉള്ളിൽ മോശപ്പെട്ട ചിന്താഗതിയാണ്. സ്ഫോടനം സൃഷ്ടിക്കാം, മുസ്ലിമിനെ കൊല്ലാം, ചാവേറാവാം, ബോംബ് വെച്ചുകൊണ്ട് വിമാനം തകർക്കാം, ഫ്ളാറ്റുകൾ നശിപ്പിക്കാം എന്നിങ്ങനെയുള്ള തീവ്രതകളാണ് ഈ താടിയുടെയും ഈ മുണ്ടിന്റെ കയറ്റിയൊടുക്കലിന്റെയും പിറകിലുള്ളത് എന്ന്
ഇപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായിരിക്കയാൽ ആ രൂപത്തിൽ കമീസ് ധരിക്കുന്നവനെ, കന്തൂർ ധരിക്കുന്നവനെ, തോപ് ധരിക്കുന്നവനെ, ഈ താടി വെച്ചവനെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീവിശേഷമാണ്. സലഫി പ്രസ്ഥാനത്തിൽ അല്ലയോ എന്റെ സഹോദരന്മാരെ, എന്തുകൊണ്ട് ഭാഗമാക്കായി കൂടാ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മൂവ്മെന്റിൽ എന്തുകൊണ്ട് അണിനിരന്നുകൂടാ? ഈ ചോദ്യത്തിന് മറുപടിയാണ്, ഖവാരിജിയാക്കളുടെ കൂട്ടത്തിൽ നിന്നാൽ പ്രശ്നമാണ്, ഷിയാക്കളുടെ കൂട്ടത്തിൽ നിന്നാൽ പ്രശ്നമാണ്. ഷിയാക്കളുടെ തീവ്രത ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ മാലിക്കിയുടെ നിലപാട് കാണിച്ചത്. മനുഷ്യനെ പെരുന്നാൾ ദിവസത്തിൽ തന്നെ തൂക്കാൻ ബുഷിനല്ല കുറ്റം പറയേണ്ടത്, മാലിക്കിയാണ്. എന്തായിരിക്കണം അപ്പോൾ മാലിക്കിയുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലെയുള്ളൊരു പെരുന്നാൾക്ക് സംഭവിച്ചതല്ലേ? തീവ്രതയാ. എന്നാൽ കേവലം മാലിക്കിക്ക് ഷിയാക്കൾക്ക് മാത്രമാണോ, ഖവാരിജിയാക്കൾക്ക് മാത്രമാണോ ഈ തീവ്രത? അല്ല, മീഡിയം നിലപാട് വിട്ടുകളിച്ച് എല്ലാവർക്കും ഉണ്ട്. മുഅ്തസിലത്തിനുണ്ട് ആ നിലപാട്. കടുത്ത മാനസികാവസ്ഥ, വളരെ ശക്തമായ അവസ്ഥ, ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത അവസ്ഥ, ചോര ഹലാലാണെന്ന് പറയുന്ന അവസ്ഥ. ആ താരീഖ് നജ്ദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് നജ്ദിന്റെ ചുറ്റുവട്ടത്തിലുള്ള കബീലകളിൽപ്പെട്ട പല കബീലകളിലും ചെന്ന് കഴുത്തെറുത്ത, കൊലപാതകം നടത്തിയ, വേട്ടയാടിയ കഥ കൂടി അവരുടെ പുസ്തകത്തിൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സമയമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അങ്ങോട്ട് പോവാതെ ഇന്നിന്റെ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ പത്രത്തിൽ ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നരവേട്ട ആരാ നടത്തുന്നത്? അതേ സന്ദർഭത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള അബൂ മൂസ അശ്ശരിയുടെ സന്താന പരമ്പരയിൽ പിറന്ന അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ മൂവ്മെന്റ്, ഖൗമുൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം. ആ വസ്ഫുകൾ ഒത്തിട്ടുള്ള ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അവർക്ക് കുഫറുമായി എന്തെങ്കിലും അലയൻസ് ഉണ്ടോ? ഒരു അലയൻസും ഇല്ല. ശിർക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ബന്ധമില്ലാതിരിക്കെ തന്നെ കുഫറിന്റെ ആളുകളെ, അവിശ്വാസികളായ ആളുകളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിന് വ്യക്തമായ മാഗ്നാ കാർട്ട, മീഡിയം മാഗ്നാ കാർട്ട, വ്യക്തമായ പെരുമാറ്റച്ചട്ടം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത് മാത്രം പിന്തുടർന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ ലോകത്തെങ്ങും ശാന്തിയുടെയും സമാധാനത്തിന്റെയും താഴ്വരയിൽ കഴിച്ചുകൂട്ടുന്നു. അതേ സന്ദർഭത്തിൽ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ ആ തീവ്രത കൊണ്ട് ലോകത്തെങ്ങും കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. സലഫികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ ചിത്രമാണ് ആ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. നമുക്ക് മറ്റൊരു മൂവ്മെന്റിലേക്ക് കടന്നു വരാം. അതാണ് മൗദൂദിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ആളുകൾ എന്തുടലെടുക്കുന്നു? 1940കളിൽ എന്ന് പറയാം ശക്തിപ്പെടുന്നത്. അവർ പറയുന്നു അവർ പരിഷ്കർത്താക്കളാണ് എന്ന്. എന്നാൽ അവരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വാക്യത്തിലൂടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് വാക്യത്തിലൂടെ നിങ്ങളുടെ അസ്തിത്വം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? രാജ്യത്ത് ജനങ്ങൾ നാശത്തിലേക്കും വഴികേടിലേക്കും പോകുമ്പോൾ പരിഷ്കർത്താക്കൾ എന്ന രൂപത്തിൽ നിങ്ങൾ ഉടലെടുക്കാൻ പോകുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചന ഒരു ആയത്തിലൂടെ, ഹദീസിലൂടെ തരാൻ പറ്റുമോ? അബുൽ ലൈല മൗദൂദിയുടെ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് അത് പറയാൻ സാധ്യമല്ല. ഒട്ടുമുക്കാൽ ആശയങ്ങളിലും അവർ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കൂടെ തന്നെയാണ്. ചെറിയ ഏതാനും വിഷയങ്ങളിൽ മാത്രമേ